മകൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ ആ അമ്മയുടെ ചങ്ക് തകർന്നുപോയി. അവൻ എവിടെയാണെന്നും ഇനി എന്നു വരുമെന്നും ഉള്ളുനീർന്ന വേദനയോടെ ചോദിച്ചപ്പോൾ സഹപാഠികളുടെയും കണ്ണു നിറഞ്ഞു. തിരുവനന്തപുരം നെടുമങ്ങാട്ടെ വീട്ടിൽ പിന്നെ കൂട്ട നിലവിളിയായിരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിനെ പ്രിൻസിപ്പാൾ ഓഫീസ് മുറിയിൽ വെച്ച് ശകാരിച്ച ദൃശ്യങ്ങൾ ഉൾപ്പെടെ സഹപാഠികൾ സംശയം ഉന്നയിക്കുന്നുണ്ട്. നിതിൻ മരിച്ച ദിവസം ഉച്ചയ്ക്ക് പ്രിൻസിപ്പാളും അധ്യാപകരും ചോദ്യം ചെയ്തത് അവനെ മാനസികമായി തളർത്തി കാണും. ജീവനൊടുക്കും മുൻപ് നിതിൻ രാജിനോട് പ്രിൻസിപ്പാൾ കയർത്ത് സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടാണ് നിതിനെ പ്രിൻസിപ്പാൾ ശകാരിച്ചതെന്നാണ് സൂചന. ലോൺ ആപ്പ് നടത്തിപ്പുകാരെ സാഹസികമായി പിടികൂടിയത് പോലീസിന്റെ നിർണായകമായ ഇടപെടലാണ്. ലോൺ ആപ്പിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് അധ്യാപകരെ രക്ഷിക്കാനുള്ള നീക്കമാണോ എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ജീവനെടുക്കുന്നതിന് തൊട്ടുമുൻപ് പ്രിൻസിപ്പൽ വിനോദ് മോനി നിതിനോട് ഓഫീസിൽ വെച്ച് കയർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് അധ്യാപിക ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ശകാരമെന്നാണ് സൂചന. അധ്യാപക അടക്കമുള്ളവർ പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ച് നിതിനോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. കേസിൽ നിർണായകമാകുന്ന തെളിവുകളാണ് കോളേജിലെ CCTVയിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അതേസമയം വിദ്യാർത്ഥിയെ മാനസികമായി പീഡിപ്പിച്ചെന്ന് ആരോപണ വിധേയനായ ഡോക്ടർ MK റാം ഈ ദൃശ്യങ്ങളിലില്ല. നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റന്റ് ഫണ്ട് എന്ന ലോൺ ആപ്പ് നടത്തിപ്പുകാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോയിഡയിൽ നിന്നാണ് 3 പേരെ പോലീസ് സാഹസികമായി പിടികൂടിയത്. അറസ്റ്റിലായ ഉത്തർപ്രദേശ് സ്വദേശികളായ ഋഷികേഷ് തിവാരി, പ്രശാന്ത് ഖേവൽ, ഹരിയാന സ്വദേശി പ്രകാശ് ജയ് എന്നിവരെ കണ്ണൂർ JFCM കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. അതിനിടെ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കിടെ കോളേജിലെ ഓർത്തോഡെന്റിക്സ് വിഭാഗത്തിലെ എല്ലാ ജീവനക്കാരും രാജിക്കത്ത് നൽകി. ജീവനക്കാർ കൂട്ടത്തോടെ രാജിക്കത്ത് നൽകിയതോടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായിട്ടുണ്ട്. അധ്യാപകർ അടക്കമുള്ള 7 ജീവനക്കാരുടെയും രാജി മാനേജ്മെന്റ് സ്വീകരിച്ചിട്ടില്ല. നിതിൻ രാജിന്റെ വീട് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ സഹപാഠികൾ സന്ദർശിച്ചു. വിദ്യാർത്ഥികളെ കണ്ടതോടെ നിതിന്റെ അമ്മ ലത പൊട്ടിക്കരഞ്ഞു. ലോണിൻ്റെ നോമിനികളായി വെച്ചിരിക്കുന്ന മാതാവിനെയും പിതാവിനെയും തന്നെയാണ്. ലോൺ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയ സാഹചര്യത്തിലൊക്കെ അവിടെ നിന്ന് വിളികൾ വരുന്നതാണ്. ഈ ഫോൺ സന്ദേശങ്ങൾ പ്രധാന അധ്യാപികയുടെ ഫോണിലേക്ക് പോയതെങ്ങനെയെന്ന് മതിയായ അന്വേഷണം വേണമെന്നും കുറ്റക്കാരവർക്കെതിരെ നടപടി വേണം. മരണത്തിൽ ദുരൂഹതയുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതെല്ലാം മറനീക്കി പുറത്തു കൊണ്ടുവരണം. നിതിനെ തകർക്കുന്ന എന്തോ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്നിട്ടുണ്ടെന്ന് സഹപാഠികൾ പറയുന്നു. ചില വ്ളോഗർമാർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ തങ്ങളെ വേട്ടയാടുകയാണ്. മരണത്തിന് തങ്ങളാണ് കാരണമെന്ന് പോലും പറഞ്ഞു. റീച്ച് കിട്ടാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇനിയും ഇത് ആവർത്തിച്ചാൽ പരാതി നൽകുമെന്നും അവർ പറഞ്ഞു. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, നീതി കിട്ടണം. അതാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത്. ഇതിന് പിന്നാലെ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ശിക്ഷ കിട്ടണം, നീതി കിട്ടണം. ഇപ്പോൾ ഈ മരണത്തിന് കാരണമായിട്ട് വന്നിരിക്കുന്നത് ഈ ലോൺ ആപ്പ് തന്നെയാണ്. ലോൺ ആപ്പ് കാരണമാണ് അവൻ പ്രിൻസിപ്പൽ ഓഫീസിൽ വിളിക്കപ്പെടുന്നതും ഇങ്ങനെ കുറേ ഇൻ്റർഗേഷൻ ഉണ്ടാകുന്നതും എല്ലാം ഉണ്ടാകുന്നതൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഒരു നിഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ഓക്കെ ആയിരുന്നു, ഞങ്ങളുടെ കൂടെയൊക്കെ സന്തോഷത്തോടെ ആയിരുന്നു ഇരിക്കണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നല്ല ഓവർകം ചെയ്ത് വരുന്ന ഒരു പീരീഡായിരുന്നു.
പെട്ടെന്നാണ് ഈ ലോൺ ആപ്പിൻ്റെ ഇഷ്യൂ വരുന്നത്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാമായിരുന്നു ലതാ മാം. അപ്പോൾ ലതാ മാമിൻ്റെ ഇഷ്യൂവിൽ മാം അത്രയും ഡൗൺ ആയിരുന്നു. ഇങ്ങനെ ഒരു സംഭവം വന്നപ്പം നിതിനെ അറിഞ്ഞുകൊണ്ടാണ് അറിയാത്തതെന്ന് നമുക്ക് അറിയുന്ന കേസല്ല, അറിയാതെയാണ് എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പം മാമിൻ്റെ നേരെ ഇങ്ങനെ അലിഗേഷൻസ്, ഇങ്ങനെ ഫോൺ കോളും അനാവശ്യമായ സംസാരമൊക്കെ വന്നപ്പോൾ മാം നിതിനെ അത്രത്തോളം ഡൗൺ ആക്കി. നിതിന്റെ മരണത്തിൽ ഒളിവിൽ കഴിയുന്ന അധ്യാപകർക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. ഡോക്ടർ MK റാം, ഡോക്ടർ സംഗീത എന്നിവരാണ് ഒളിവിലുള്ളത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 കണ്ണൂർ, തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.